ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ജിദ്ദയിൽ പോവാണ്. ഞങ്ങൾ മാറ്റി നിൽക്കുകയാണ്. പക്ഷെ ഇപ്പോൾ വരാൻ പറഞ്ഞതാണ്. അപ്പോൾ ഞങ്ങൾ ജിദ്ദയിൽ പോകണത് അമ്മായി കാക്കാനെയും 2-3 ആൾക്കാരെയും കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനും ഉണ്ട്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി ഇനി അസർ കാക്കാൻ്റെ വണ്ടിക്ക് ഇങ്ങനെ കാത്തിക്കുകയാണ്. ഇനി ഞങ്ങൾ ടാക്സി വിളിക്കുന്ന സ്ഥലത്ത് പോയി ടാക്സിയിൽ കയറാൻ പോവാണ്. ഇനി ഞങ്ങൾ നേരെ ജിദ്ദയിലേക്കാണ് പോകുന്നത്. ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ജിദ്ദ എത്തി ലഗേജൊക്കെ എടുക്കുകയാണ്. അപ്പം ഞങ്ങൾ റൂം എടുക്കുകയാണ്. അത് ഒരു ദിവസത്തിനായതുകൊണ്ട് ഇവിടുന്ന് തന്നെ പെട്ടെന്ന് റൂം എടുക്കാൻ വിചാരിച്ചു. അപ്പം ലിഫ്റ്റ് കയറി റൂമുള്ള അവിടെ എത്തി. അപ്പം ഇതാ ഞങ്ങളെ റൂം ഏറ്റവും ലാസ്റ്റാണ്. ഞാൻ കാർഡിട്ട് തുറക്കുകയാണ്. അപ്പം ഗായ്സ്, ഈ കാണുന്നതാണ് ഞങ്ങളെ റൂം. ഞാൻ ഉത്സാഹം കൊണ്ട് ചാടി കളിച്ചെന്നാണ് നിങ്ങളിപ്പോൾ അവിടെ കാണുന്നത്. ടി വി ഒക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ മുന്നിൽ തന്നെ വന്ന് നിന്നു. പിന്നെ ഞങ്ങൾ ഓണറോട് ചോദിച്ചു നോക്കിയപ്പോൾ ടി വിക്ക് കണക്ഷൻ ഇല്ല പറഞ്ഞപ്പോൾ ചെറിയൊരു സങ്കടം വന്നു. പിന്നെ ഞങ്ങൾ ബാഗൊക്കെ ലഗേജൊക്കെ അവിടെ വെച്ച് പിന്നെ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പം ഞങ്ങൾ അമ്മായി കാക്കാൻ്റെ കൂടെയാണ് പോണത്. ഞങ്ങളിപ്പോൾ പോണത് ഫുഡ് കഴിക്കാനാണ്. BMRക്കാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അത് നല്ല അടിപൊളി റെസ്റ്റോറൻ്റാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടേക്ക് തന്നെ പോയി. നല്ല ലക്ഷറി ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. കയറി ചെന്നപ്പോൾ തന്നെ മീനുകളൊക്കെ ലൈവായിട്ട് കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ സീറ്റാണ് നോക്കുന്നത്. ഇവിടെ മീൻ നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊരു സീറ്റ് എടുത്തു. ആദ്യം പറഞ്ഞത് സൂപ്പേനു, അത് വന്നു. ഞാൻ ആദ്യമായിട്ടല്ല ഇവിടുത്തെ സൂപ്പൊക്കെ കുടിച്ചു നോക്കണത്. അതിൻ്റെ ഒരു ചെറിയ എക്സ്പ്രഷനും കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവരിങ്ങനെയാണ് ദാ സോസ്, മയോണൈസ്, ഇതിൽ സുർക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പെപ്പർ,
ഷുഗർ, അതൊക്കെ ഇങ്ങനെ സാൾട്ട് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെമ്മീൻ റോസ്റ്റോ അങ്ങനെ എന്തോ സാധനം വന്നു. അതിൻ്റെ കൂടെ പൊറാട്ടയും വന്നിട്ടുണ്ട്. എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊറാട്ടയാണ് പണ്ടേ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ പൊറാട്ട എടുത്തു. അമ്മായികാക്കി ഇപ്പച്ചിയും മെച്ചിയൊക്കെ എൻ്റെ താത്തിയൊക്കെ റൊട്ടിയാണ് എടുത്തിട്ടുണ്ട്. പിന്നെ ഓരോക്കെ തിന്ന് കഴിഞ്ഞിട്ട് പൊറാട്ട എടുത്തിന്. പിന്നെ ഇവിടെ ഞങ്ങൾ തിന്നു കഴിഞ്ഞു. അപ്പം ഞാൻ അവിടെ കുറേ മീനുകളൊക്കെ ഇങ്ങനെ വെച്ചത് കണ്ട്, എന്ന് വെച്ചാൽ മസാല ഒക്കെ വെച്ച് കണ്ട് ഇങ്ങനെ തേച്ച് പൊട്ടിച്ച് വെച്ച മാതിരിയൊക്കെ കണ്ട്. അങ്ങനെ ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്. അങ്ങനെ ഇപ്പം ഞങ്ങൾ പോണത് എവിടേക്കാന്ന് വെച്ചാൽ ജിദ്ദയിലുള്ളൊരു ബീച്ചിലേക്കാണ് ഇപ്പം ഞങ്ങൾ പോണത്. അവിടെ ഭയങ്കര തണുപ്പേനി പറഞ്ഞാൽ ഭയങ്കര തണുപ്പേനി. തണുപ്പുകൊണ്ട് ഞങ്ങൾ പിന്നെയും മുന്നോട്ട് പോവാണ്. അത്രയ്ക്ക് തണുപ്പേനിട്ട് അവിടെ. പിന്നെ അതിന് മുന്നേ എനിക്ക് പിസ്സ വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മായി കാക്കക്ക് പിസ്സ വാങ്ങി തരികയാണ്. ഞാൻ ചീസ് ഫ്ലേവർ ഇനി പറഞ്ഞിട്ട് ഇത് ഇവിടെ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്നൊരു മാളാണ്. വലുതാണ് എന്നൊക്കെ അമ്മായി കാക്ക പറഞ്ഞു. അതിങ്ങനെ നോക്കിക്കൊണ്ട് ഉത്തരക്കാണ് ഞങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചീസ് ഫ്ലേവറാണ് എടുത്തത്. കുറേ വെറൈറ്റി ഫ്ലേവറൊക്കെ ഉണ്ട് ഇനി, പക്ഷേ അമ്മായി കാക്ക പറഞ്ഞു ചീസ് ഫ്ലേവറാണ് ടേസ്റ്റ് എന്ന്. അപ്പോൾ അത് സംഭവം കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്ന കളറൊക്കെ ഭയങ്കര രസമല്ലേ കാണാൻ. ഇതിവിടെ പല പല കളേഴ്സായിട്ടാണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ വേറെ കളറ്, അങ്ങനെ അത് കുറേ നേരം നോക്കിയിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കാണണമല്ലോ, അതുകൊണ്ട് ഇങ്ങനെ പല സ്ഥലങ്ങളും കാണിച്ചു തരികയാണ് അമ്മയൊക്ക. അങ്ങനെ ഇപ്പം ഞങ്ങൾ പോകണത് ബീച്ചിലേക്കാണ്. ഞങ്ങൾ പറഞ്ഞില്ലേ ബീച്ചിലേക്ക് പോവാണെന്ന്. അപ്പോൾ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല ഭയങ്കര തണുപ്പാണെന്ന്. ജിദ്ദ എത്തി. ജിദ്ദൻ്റെ ഒരു ബീച്ച്, ഭയങ്കര കാറ്റ്, തണുപ്പ്, നല്ല തണുപ്പേനി. ഞാനൊക്കെ തണുത്ത് വിറച്ച് നിൽക്കുന്നു. കണ്ടില്ലേ കാറ്റിൻ്റെ ആ ശക്തി. പിന്നെ ഇവിടെ വലുതായിട്ട് ജിദ്ദ എഴുതിയൊരു ഇതുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കുറേ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ കടൽ തീരത്തേക്ക് പോകാൻ വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര നല്ലോണം തണുത്തു. ഞങ്ങൾ പിന്നെ റൂമിൽ തന്നെ പോകാൻ വിചാരിച്ചു. എനിക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇനി കടൽ കാണാൻ. ഈ തണുപ്പുകൊണ്ട് ഇങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു റൂമിലേക്ക് പോവാന്ന്. ഈ തണുപ്പില്ലാത്തൊരു ദിവസം പോവാറുന്നു. അപ്പം ഞങ്ങൾ പോണതിൻ്റെ മേലതാ ജിദ്ദാന്ന് എഴുതിയത് കാണുന്നുണ്ട്. ഞാനിങ്ങനെ അത് നോക്കി പോയിട്ട് എവിടെയൊക്കെ തടഞ്ഞു പോകാനൊക്കെ പോയി. നിങ്ങൾക്കിപ്പോൾ ഈ സൗണ്ട് കേട്ടാൽ തന്നെ മനസ്സിലാവും നല്ല കാറ്റൊക്കെ ഉണ്ടെന്ന്. പിന്നെ ഞങ്ങൾ വണ്ടിയിലെത്തിയിട്ട് പിസ്സ തിന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിന്, കാണാനും നല്ല ചൊറുക്കൊക്കെ ഉണ്ടായിന്. ഇപ്പം ഇനി ഇതാ ഞങ്ങൾ റൂമിലേക്കാണ് പോണത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് പോകും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.